ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. വെൽത്തി ലൈഫിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്ത്യ മാർട്ട് എന്ന സ്റ്റോക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യ മാർട്ട് എന്ന സ്റ്റോക്ക് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ അറൗണ്ട് 4.5% കറക്റ്റായി കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ ലാസ്റ്റ് 5 ഡേയ്സിലെ ട്രേഡിംഗ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ഈ സ്റ്റോക്കിൽ നിയർലി 12% കറക്ഷനാണ് കാണാൻ സാധിച്ചത്. സെക്ടറിൽ 1.45% കറക്ഷനും സെൻസെക്സിൽ ഒരു ഫ്ലാറ്റ് റെസ്പോൺസ് അല്ലെങ്കിൽ 0.56% കറക്ഷനും ഉണ്ടായ സമയത്താണ് ഇന്ത്യ മാർട്ട് എന്ന സ്റ്റോക്കിൽ ഏകദേശം 15% കറക്ഷൻ കാണാൻ സാധിച്ചത്. കൂടാതെ സ്റ്റോക്കിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിന്നുള്ള കറക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് ഏകദേശം 9,956 രൂപ റേഞ്ചിൽ നിന്നും ഈ സ്റ്റോക്ക് 27% കറക്റ്റ് ചെയ്ത് കഴിഞ്ഞു. കൂടാതെ സ്റ്റോക്കിൻ്റെ റീസെൻറ്റ് QIP നോക്കുകയാണെങ്കിൽ ഏകദേശം 1,200 കോടി രൂപയുടെ ഒരു QIP കഴിഞ്ഞ മാസം ഫെബ്രുവരിയിൽ നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചായിരുന്നു. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ QIP പ്രൈസായിട്ട് സെറ്റ് ചെയ്തിരുന്നത് ഏകദേശം 8,500 രൂപ റേഞ്ചായിരുന്നു. 8,500 രൂപ റേഞ്ചിനും സ്റ്റോക്ക്, അതായത് QIP പ്രൈസിനും സ്റ്റോക്ക് താഴെ എത്തി. സ്റ്റോക്കിൽ ഇത്രയും വലിയ കറക്ഷൻ്റെ പിന്നിലെ കാരണങ്ങളും അതുപോലെ തന്നെ ഈ സ്റ്റോക്കിലെ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കൺസേണുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്, ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് ട്രേഡിന് ആവശ്യമായ അഡീഷണൽ ഇൻസൈറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ജോയിൻ ബട്ടൺ എന്ന ഓപ്ഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇന്ത്യ മാർട്ട് എന്ന സ്റ്റോക്കിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2020 ജൂലൈ മാസത്തിൽ ഈ സ്റ്റോക്ക് 2,000 രൂപ എന്ന 52 വീക്ക് ലോയും 2021 ഫെബ്രുവരി മാസത്തിൽ 9,950 എന്ന 52 വീക്ക് ഹൈയുമാണ് ടച്ച് ചെയ്തത്. അതായത് 52 വീക്ക് ലോയിൽ നിന്നും 52 വീക്ക് ഹൈയിലേക്കുള്ള സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് അറൗണ്ട് 400% റിട്ടേൺ തന്ന സ്റ്റോക്കാണെന്ന് പറയാം. അതായത് 400% റിട്ടേൺ തന്ന സ്റ്റോക്കിൽ ഒരു 20% കറക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു ജസ്റ്റിസബിൾ കറക്ഷൻ തന്നെയാണ്. അതോടൊപ്പം തന്നെ സ്റ്റോക്കിൻ്റെ പ്രീമിയം വാല്യുവേഷൻ, അതായത് സ്റ്റോക്ക് ഇത്രയും ഉയർന്ന ലെവലിലുള്ളൊരു പ്രീമിയം വാല്യുവേഷനും കൂടി ആയതുകൊണ്ട് ഈ സ്റ്റോക്കിൽ കറക്ഷൻ വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. കറക്ഷന് മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം Q4 റിസൾട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കൺസേൺ തന്നെയാണ്. അതായത് കമ്പനിയുടെ Q4 റിസൾട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റിൽ 31% ഡിക്ലൈനാണ് കാണാൻ സാധിച്ചത്. നെറ്റ് പ്രോഫിറ്റ് 31% ഡിക്ലൈൻ ചെയ്ത് 56 കോടി രൂപയായി മാറുകയും അതുപോലെ തന്നെ ഇൻകം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 4% ഡിക്ലൈൻ ആവുകയും ചെയ്തു. 198 കോടിയിൽ നിന്നും കമ്പനിയുടെ റവന്യൂ 190 കോടിയിലേക്ക് ഡിക്ലൈനായി. അതുകൂടാതെ എബിറ്റ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എബിറ്റയിൽ 48% ഡിക്ലൈനാണ് കാണാൻ സാധിച്ചത്. അതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് ഔട്ട്സോഴ്സ് സെയിൽസ് കോസ്റ്റും അതുപോലെ തന്നെ മാൻ പവറിൻ്റെ സാലറി ഹൈക്ക് പോലുള്ള വർധനവുമാണ്. ഈ കാരണങ്ങൾ കൊണ്ടാണ് സ്റ്റോക്കിൽ ഇത്രയും നല്ലൊരു കറക്ഷൻ ഉണ്ടായത്. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള കൺസേണുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും കമ്പനിയുടെ ബിസിനസ് എൻക്വയറി 2021 Q4 2.6% ക്വാർട്ടർ ടു ക്വാർട്ടർ ഡിക്ലൈനായി. പക്ഷേ ഇയർ ഓൺ ഇയർ നോക്കുകയാണെങ്കിൽ അത് 27% ഇൻക്രീസ് ചെയ്തു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. കൂടാതെ സപ്ലയർ അഡീഷൻ്റെ ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ 5,000 എന്ന സപ്ലയർ അഡീഷൻ ടാർഗറ്റ് ആയിരുന്നു കമ്പനിക്ക് ഉണ്ടായിരുന്നത്. ആ ടാർഗറ്റിനും അണ്ടർ പെർഫോമൻസ് ആകുന്ന രീതിയിലുള്ള ഒരു സപ്ലയർ അഡീഷനാണ് നമ്മൾക്ക് ഈ കമ്പനിയിൽ കാണാൻ സാധിച്ചത്. ഇതൊക്കെ കൊണ്ടാണ് ലൈറ്റ് അസറ്റ് മോഡലായിട്ടുള്ള ഈ കമ്പനിയുടെ ബിസിനസ്സിൽ ഇത്രയും നല്ല, അല്ലെങ്കിൽ ഈ കമ്പനിയുടെ Q4 റിസൾട്ടിൽ ഇത്രയും നല്ല ഡിക്ലൈൻ ഉണ്ടായത്. ഇനി ഈ Q4 റിസൾട്ടിലെ വീക്ക് പെർഫോമൻസിന് ശേഷവും പ്രമുഖ ബ്രോക്കേജിംഗ് ഏജൻസികൾ ഈ കമ്പനിക്ക് നല്ലൊരു ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കമ്പനിയുടെ ബിസിനസ്സിലുള്ള സ്കേലബിലിറ്റി ാണ്. അതായത് 2021 മുതൽ 2024 വരെയുള്ള ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ എസ്റ്റിമേറ്റഡ് CAGR നോക്കുകയാണെങ്കിൽ അവിടെ 22% മുകളിലുള്ള CAGR ആണ്. അതുകൂടാതെ നെറ്റ്വർക്ക് എഫക്റ്റ് നോക്കുകയാണെങ്കിൽ നെറ്റ്വർക്ക് എഫക്റ്റ് ഇയർ ഓൺ ഇയറിൽ അത് ഇൻ ടേംസ് ഓഫ് ട്രാഫിക്, രജിസ്റ്റേർഡ് ബയേഴ്സ്, ബിസിനസ് എൻക്വയറീസ് എന്നീ കൺസേണുകൾ നമ്മൾ അല്ലെങ്കിൽ എന്നീ സെക്ടറുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ നല്ല രീതിയിലുള്ള ഒരു നെറ്റ്വർക്ക് എഫക്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ കമ്പനി ഒരു ഹൈ ഗ്രോത്ത് ഓറിയൻറ്റഡ് കമ്പനിയാണ്. അതായത് കമ്പനിയുടെ ഗ്രോത്തിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു ഔട്ട്കം നമ്മൾക്ക് സ്റ്റോക്കിൻ്റെ പ്രൈസിലും കാണാൻ സാധിക്കും. അതായത് 2,000 രൂപ എന്ന ലെവലിൽ നിന്നും ഈ സ്റ്റോക്ക് 9,000 രൂപ എന്ന ലെവലിലേക്കുള്ള ഒരു ഗ്രോത്ത് നമ്മൾക്ക് കാണാൻ സാധിച്ചു. ഈ അവസരത്തിൽ പ്രമുഖ ബ്രോക്കേജിംഗ് ഏജൻസികൾ ഈ കമ്പനിക്ക് നൽകിയിരിക്കുന്ന ടാർഗറ്റ് നമ്മൾ പരിചയപ്പെടുകയാണെങ്കിൽ മോട്ടിലാൽ ഒസ്വാൾ 9,320 രൂപ എന്ന ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. ഈ ടാർഗറ്റ് നൽകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കമ്പനിയുടെ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അതായത് ഏകദേശം CAGR കാൽക്കുലേഷൻ നമ്മൾ ചെയ്യുകയാണെങ്കിൽ 36% ഗ്രോത്ത് എക്സ്പാൻഷൻ ഉള്ള ഒരു ബിസിനസ് സെക്ടറിലാണ് ഈ കമ്പനി വർക്ക് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കമ്പനിയുടെ ടോട്ടൽ കസ്റ്റമർ നോക്കുകയാണെങ്കിൽ ഏകദേശം 11 കോടിയോളം
കമ്പനിക്ക് ടോട്ടൽ കസ്റ്റമർ ഉണ്ട്. ഈ 11 കോടിയിലധികം ബയേഴ്സാണ് കമ്പനിക്കുള്ളത്. സപ്ലയേഴ്സ് നോക്കുകയാണെങ്കിൽ 62 ലക്ഷത്തിൽ കൂടുതൽ സപ്ലയേഴ്സ് ഉണ്ട്. അതായത് വളരെ വാസ്റ്റായിട്ടുള്ള ഒരു ലൈറ്റ് അസറ്റ് മോഡൽ ബിസിനസ് ടു ബിസിനസ് പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഇന്ത്യ മാർട്ട് എന്ന കമ്പനി എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഇനി ഈ കമ്പനിക്ക് മോട്ടിലാൽ ഓസ്വാൾ 9,320 രൂപയുടെ ടാർഗറ്റും ബൈ റേറ്റിംഗും നൽകിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഹൈ ഗ്രോത്ത് ഇൻ ഡിജിറ്റൈസേഷൻ അത് തന്നെയാണ്. അതായത് ഡിജിറ്റൽ സെക്ടറിലുള്ള ഈ കമ്പനിയുടെ ഹൈ ഗ്രോത്ത് തന്നെയാണ്. അതുകൂടാതെ കമ്പനിയുടെ സ്ട്രോങ് നെറ്റ്വർക്ക് എഫക്റ്റ്, ഇതിനെക്കുറിച്ച് നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കൂടാതെ കമ്പനി ഇൻഡസ്ട്രിയിൽ, അതായത് കമ്പനിയുടെ സെക്ടറിലെ മാർക്കറ്റ് ലീഡറും അതുപോലെ തന്നെ മോർ ദാൻ 70% മാർക്കറ്റ് ഷെയറും ഉള്ള കമ്പനിയാണ്. ഹൈ ഓപ്പറേറ്റിംഗ് ലിവറേജും ഈ കമ്പനിയുടെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. ഇനി കമ്പനിയുടെ അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ മാർക്കറ്റ് ക്യാപ്പിനെ കുറിച്ച് സംസാരിക്കാം. 22,561 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു കമ്പനിയാണ് ഇന്ത്യ മാർട്ട്. ഇന്ത്യ മാർട്ട് എന്ന കമ്പനി റീസെൻ്റ്ലി നമ്മൾക്ക് ഇത് സ്മോൾ ക്യാപ്പ് സെക്ടറിൽ നിന്നും മിഡ് ക്യാപ്പ് സെക്ടറിലേക്ക് വന്ന ഒരു കമ്പനിയാണ്. വാല്യൂഷൻ നോക്കുകയാണെങ്കിൽ, അതായത് ഈ സ്റ്റോക്കിൽ 27% കറക്ഷൻ ഉണ്ടായതിനു ശേഷമാണ് നമ്മൾക്ക് സ്റ്റോക്കിൻ്റെ വാല്യൂഷനും സെക്ടറിൻ്റെ വാല്യൂഷനും ഒരു ലെവലിലാണ് കാണാൻ സാധിക്കുന്നത്. സെക്ടറിൻ്റെ വാല്യൂഷൻ നോക്കുകയാണെങ്കിൽ 81 PE-യും സ്റ്റോക്കിൻ്റെ വാല്യൂഷൻ 80 PE-യുമാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൽ ഇത്രയും വലിയ ഒരു കറക്ഷൻ നടക്കുന്ന സമയത്തും സ്റ്റോക്കിൽ നല്ല രീതിയിലുള്ള ഒരു അക്യുമുലേഷൻ നടക്കുന്നു എന്നുള്ളതാണ് വോളിയം അനാലിസിസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതായത് 1 മന്തിലെ വോളിയം ഡെലിവറി നോക്കുകയാണെങ്കിൽ 40%, 1 വീക്കിലെ വോളിയം ഡെലിവറി നോക്കുകയാണെങ്കിൽ 40.9%, ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിലെ വോളിയം ഡെലിവറി നോക്കുകയാണെങ്കിൽ 49.25% വോളിയം ഡെലിവറിയും കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇനി മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കൺസേൺ ആണ് ഇന്ത്യ മാർട്ട് എന്ന കമ്പനിയിൽ പ്രൊമോട്ടേഴ്സിൻ്റെ ഹോൾഡിംഗ് ഓരോ ക്വാർട്ടറിലും ഡിക്രീസ് ആകുന്നു എന്നുള്ള വാർത്ത. അതായത് 2020 ജൂൺ മാസത്തിൽ ഈ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിൻ്റെ ഹോൾഡിംഗ് 52.34%, 2020 സെപ്റ്റംബർ ആയപ്പോൾ അത് 51.99%, 2020 ഡിസംബറിൽ ഇത് 51.98%, 2021 മാർച്ചിൽ ഇത് 49.85% മാറിയിട്ടുണ്ട്. അതായത് പ്രൊമോട്ടേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് കമ്പനിയിൽ അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് കുറയ്ക്കുന്നു. പ്രൊമോട്ടേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് ട്രിം ചെയ്യുന്നതിന് പ്രൊമോട്ടേഴ്സ് എക്സിറ്റ് ആകുന്നു എന്ന് നമ്മൾക്ക് ഒരിക്കലും വ്യാഖ്യാനിക്കാൻ കഴിയുകയില്ല. കാരണം പ്രൊമോട്ടേഴ്സ് ഇൻവെസ്റ്റിംഗ് പോയിൻ്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ ഫണ്ട് റൈസിംഗ് പോയിൻ്റ് ഓഫ് വ്യൂ ഒക്കെ അല്ലെങ്കിൽ ബിസിനസ് എക്സ്പാൻഷൻ പോയിൻ്റ് ഓഫ് വ്യൂ ഒക്കെ അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ട്രിം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അതിനെ റാഷണലൈസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഗ്രോത്താണ് അല്ലെങ്കിൽ ഒരു ഷെയർ ഹോൾഡിംഗ് പാറ്റേണിലുള്ള ചേഞ്ചാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സൈഡിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. അതായത് 2020 മാർച്ച് മാസത്തിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 12.24% ഇത് 2021 മാർച്ച് മാസമായപ്പോഴത്തേക്കും ഇരട്ടിയായി, അതായത് 27.53% മാറിയിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് കഴിഞ്ഞ 3 ക്വാർട്ടറുകളായി അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് കുറച്ചുകൊണ്ടിരിക്കുകയാണ്. 5.73% നിന്നും 5.04%ലേക്കും സബ്സിക്വൻ്റ്ലി 4.53%ലേക്കും പ്രൊമോട്ടേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് കുറച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് പരിശോധിക്കാനുള്ളത് ഈ സ്റ്റോക്കിൻ്റെ ഇന്നത്തെ ദിവസത്തെ പെർഫോമൻസ് ആയിരുന്നു. ഇന്നത്തെ ദിവസം ഈ സ്റ്റോക്കിൽ നമ്മൾക്ക് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത്. അതായത് 7,839 എന്ന ലെവലിലായിരുന്നു സ്റ്റോക്ക് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം 7,900 എന്ന ലെവലിൽ ഇൻട്രാഡേ ഹൈ പോയതിനു ശേഷം സ്റ്റോക്ക് 7,200 രൂപ അല്ലെങ്കിൽ കഴിഞ്ഞ 3 മാസത്തെ ഏറ്റവും ലോവർ റേഞ്ചിലേക്ക് സ്റ്റോക്ക് വരികയും ചെയ്തു. സ്റ്റോക്കിൻ്റെ ഇന്നത്തെ ഡെലിവറി നമ്മൾ നോക്കുകയാണെങ്കിൽ 37% ഡെലിവറിയാണ് നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ ഇന്നത്തെ ദിവസം കാണാൻ സാധിക്കുന്നത്. ഇനി സ്റ്റോക്കിലെ ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് സംസാരിക്കാം. ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ആൾറെഡി 27% കറക്റ്റഡ് ആയി കഴിഞ്ഞു. കൂടാതെ QIP പ്രൈസിൽ, അതായത് സ്റ്റോക്കിൻ്റെ ലാസ്റ്റ് QIP പ്രൈസിനും താഴെയാണ് സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ വില എന്നുള്ളതും ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഫാക്റ്റ് തന്നെയാണ്. ബിസിനസ് മോഡലിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇന്ത്യ മാർട്ട് മാർക്കറ്റ് ലീഡറാണ്. അതുപോലെ തന്നെ വരുന്ന സമയങ്ങളിൽ എല്ലാ കമ്പനികൾക്കും അവരുടെ ഡിജിറ്റലൈസേഷൻ പ്ലാറ്റ്ഫോമിൽ ബിസിനസ് പ്രസൻസ് ചെയ്യേണ്ട രീതിയിലുള്ള ഒരു സിറ്റുവേഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കമ്പനി അതിൻ്റേതായ ലീഡിംഗ് പൊസിഷനിലാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ അനാലിസിസിൽ നോക്കുകയാണെങ്കിൽ വീക്കിലി ചാർട്ട് അനാലിസിസിൽ ഈ സ്റ്റോക്കിൽ നല്ല രീതിയിലുള്ള ഒരു വീക്ക്നെസ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് സ്റ്റോക്കിൻ്റെ നിയറസ്റ്റ് സപ്പോർട്ടായ 7,300 രൂപ എന്ന് പറയുന്ന റേഞ്ചിൽ അല്ലെങ്കിൽ 7,400 രൂപ എന്ന് പറയുന്ന റേഞ്ചിലെ സ്റ്റോക്ക് ഇന്നത്തെ ദിവസം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഫാക്റ്റ്. ഈ റേഞ്ചിൽ സ്റ്റോക്ക് കൺസോളിഡേറ്റ് ആകാനുമുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഡെയിലി ചാർട്ട് അനാലിസിസിലേക്ക് വരികയാണെങ്കിൽ സ്റ്റോക്ക് അതിൻ്റെ 20-day എക്സ്പോണൻഷ്യൽ മൂവിംഗ്
മൂവിംഗ് ആവറേജ് 50-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിനെയും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് അതിൻ്റെ 100-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിനെയും ബ്രേക്ക് ചെയ്തു. അതായത് സ്റ്റോക്കിൽ നല്ല രീതിയിലുള്ള ഒരു ബിയറിഷ്നെസ് ആണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി സ്റ്റോക്കിൻ്റെ നിയർ ടൈം സപ്പോർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ആൾറെഡി ഇപ്പോൾ തന്നെ അക്യുമുലേറ്റ് ചെയ്യാവുന്ന റേഞ്ചിലാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് ഡിപ്പ് അക്യുമുലേറ്റ് ചെയ്യാവുന്ന റേഞ്ചിൽ തന്നെയാണ്. സ്റ്റോക്കിൻ്റെ ഏറ്റവും നല്ല അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടായിട്ട് കാണാൻ സാധിക്കുന്നത് 7000 എന്ന റേഞ്ചും, അതുപോലെ തന്നെ സ്റ്റോക്കിൻ്റെ 52 വീക്ക് സ്റ്റോക്കിൻ്റെ 200 വീക്ക് ലോ അല്ലെങ്കിൽ 200-ഡേ മൂവിംഗ് ആവറേജ് വഴി നമുക്ക് കാണാൻ സാധിക്കുന്നത് 5968 അല്ലെങ്കിൽ 6000 രൂപ എന്ന് പറയുന്ന റേഞ്ചുമാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്